ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്നിപ്പോൾ ഇതാ വിറകടുപ്പോട് കൂടി അതിമനോഹരമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു മോഡേൺ കിച്ചൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കണ്ടുവെക്കുക. പുതിയതായിട്ട് വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ഇത് നമുക്ക് നേരെ കിച്ചൻ്റെ വിശേഷങ്ങൾ കാണാം. ഇത് പഴയ ഒരു കിച്ചണാണ് കേട്ടോ. അതിനെ റിനോവേറ്റ് ചെയ്തിട്ട് ഈ ഒരു മോഡേൺ കിച്ചണിലേക്ക് മാറ്റിയെടുത്തതാണ്. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ തീമിലാണ് ഈ കിച്ചൺ മൊത്തത്തിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ കൗണ്ടർ ടോപ്പ് ആണെങ്കിലും ഗ്രാനൈറ്റിലാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ആ കിച്ചണിലേക്ക് പ്രവേശിക്കുന്ന ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടെ അടിഭാഗത്ത് സ്റ്റോറേജ് ഏരിയ ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല കേട്ടോ. നമുക്ക് ഫുഡൊക്കെ കഴിക്കാൻ പറ്റുന്ന ചെറിയൊരു ടേബിൾ പോലെ അങ്ങനെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ പോലെയാണ് കേട്ടോ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ ചെറിയൊരു സ്പേസിലായാലും അത്യാവശ്യം നല്ല രീതിയിൽ സ്റ്റോറേജ് ഏരിയ ഒക്കെ കൊടുത്തിട്ടാണ് കിച്ചണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു കിച്ചൻ്റെ മുകൾ ഭാഗത്തുള്ള കബോർഡിലായിട്ട് ഇതുപോലെ ഗ്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ മൊത്തത്തിൽ കവർ ചെയ്യുന്ന കബോർഡിനേക്കാളും ഒന്നും കൂടെ ഭംഗിയുണ്ട് കേട്ടോ ഇടയിലായിട്ട് ഇങ്ങനെ ഗ്ലാസ്സുകൾ സെറ്റ് ചെയ്തിട്ട് കാണുമ്പോൾ. നമുക്ക് ഉള്ളിലുള്ള ബോക്സുകളും ഒക്കെ കാണാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ ഇത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ ഒരു കബോർഡിൻ്റെ ഉള്ളിലായാലും ഇതുപോലെ 3 ലെയറുകളായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒരുപാട് ഐറ്റംസ് ഇതുപോലെ സ്പൂണുകൾ, കത്തികൾ ഒക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന രീതിയിൽ 3 ലെയറുകളായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കിച്ചൻ്റെ വാളിലായാലും മൊത്തത്തിൽ ടൈലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു ഓഫ് വൈറ്റ് കളറിൽ വരുന്ന അത്യാവശ്യം ലെങ്ത്തിൽ വരുന്ന ടൈപ്പുള്ള ടൈലാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. ഫ്ലോറിലായാലും അതുപോലെ തന്നെയാണ് ഒരു ലൈറ്റ് ആഷ് കളറിൽ വരുന്ന ടൈലാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ നേരെ പോകുന്നത് സിങ്കിൻ്റെ ഏരിയയിലോട്ടാണ്. കിച്ചണിലേക്ക് അത്യാവശ്യം നല്ല രീതിയിൽ വെളിച്ചം കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ഭാഗത്ത് ഗ്രില്ലിന് പകരമായിട്ട് വിൻഡോസാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു സിങ്കിൻ്റെ ഏരിയയിലായാലും കൗണ്ടർ ടോപ്പ് മൊത്തത്തിൽ ചെയ്തിട്ടുള്ളത് ഗ്രാനൈറ്റിൽ തന്നെയാണ്. ഈ ഒരു ഗ്യാസ് അടുപ്പിൻ്റെ ഗ്യാസ് സിലിണ്ടർ വരുന്നത് പുറത്തേക്കായിട്ടാണ്. അതേപോലെ തന്നെ നമ്മൾ സിങ്കിൻ്റെ ഏരിയയിലുള്ള വെള്ളം ഒക്കെ പോകുന്ന പൈപ്പുകൾ കാര്യങ്ങൾ ഒക്കെ വരുന്ന പുറത്തേക്കായിട്ടാണ് കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ കിച്ചണിലേക്ക് ഇങ്ങനെ നോക്കുന്ന സമയത്ത് കിച്ചൺ എപ്പോഴും നീറ്റായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഈ ഒരു ഭാഗത്തും ഇതുപോലെ ചെറിയൊരു സ്റ്റോറേജ് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പം ഡെയിലി യൂസ് ചെയ്യുന്ന ഐറ്റംസൊക്കെ ഇല്ലേ, ഡെയിലി യൂസ് ചെയ്യുന്ന പ്ലേറ്റുകൾ അങ്ങനത്തെ ഐറ്റംസൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ ആ ഒരു ഭാഗത്തുള്ള സ്റ്റോറേജ് ഏരിയ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ സീലിങ്ങിലായാലും അത്യാവശ്യം നല്ല രീതിയിൽ വെളിച്ചം ഉള്ളിലേക്ക് എത്തുന്ന രീതിയിലുള്ള റൗണ്ട് ഷേപ്പിലുള്ള ലൈറ്റുകളാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനിയാണ് കേട്ടോ നമ്മൾ ഈ കിച്ചൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഏരിയക്ക് പോകുന്നത്. ഈ കിച്ചണിൽ നമ്മൾ കിടക്കുമ്പോൾ തന്നെ നമുക്കൊരിക്കലും ഇവിടെ ഒരു വിറകടുപ്പുണ്ടെന്ന് ഫീൽ ചെയ്യൂല. അത്രയും ഹൈഡാക്കിയിട്ടാണ് കേട്ടോ ഇവിടുത്തെ വിറകടുപ്പ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം നേരെ കിച്ചണിലേക്ക് കയറുമ്പോൾ തന്നെ നമ്മൾ ഈ സിങ്കിൻ്റെ ഏരിയയും പിന്നെ ഈ സ്റ്റോറേജ് കബോർഡ് അങ്ങനത്തെ ഒരു ഏരിയ മാത്രമേ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഒരു ഉള്ളിലേക്കായിട്ട് ഇതുപോലെയാണ് ഇവിടെ വിറകടുപ്പ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെതാ ഇതുപോലെ ചിമ്മിണിയും ഒക്കെ കൊടുത്തിട്ട് ഇതുപോലെ അങ്ങ് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളെപ്പോഴും മോഡേൺ കിച്ചൺ എന്നൊരു കോൺസെപ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ഏറ്റവും ആദ്യം സ്കിപ്പ് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കില്ല ഈ വിറകടുപ്പ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ചെറിയ സ്പേസിലും അതും കൂടെ ഉൾക്കൊള്ളിച്ചിട്ടാണ് കേട്ടോ ഈ ഒരു കിച്ചണ് ചെയ്തിട്ടുള്ളത്. അതിനായിട്ട് തന്നെ ഒരു പ്രത്യേക ഏരിയ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ കിച്ചണിൽ നിന്നും പുറത്തേക്ക് കിടക്കാൻ വേണ്ടിയിട്ടുള്ള ഡോറ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതും വുഡിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെയാണ് കേട്ടോ വിറകടുപ്പോട് കൂടിയിട്ടുള്ള നമ്മൾ ഈ ഒരു മോഡേൺ കിച്ചൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. ഇനിയും മറ്റൊരു വീടിൻ്റെ വിശേഷവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.